പാലക്കാട് കോൺഗ്രസിന്റെ പോരാട്ട നാടകം ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുകയും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് എന്ത് സംഭവിച്ചു? നിങ്ങൾ എല്ലാവരും ആ അമ്മയെ കാണാൻ പോയി. ആ അമ്മയെ കാണാൻ പോയിട്ട് അമ്മയെ തലങ്ങും വിലങ്ങും. അപ്പോഴേക്കും മാർക്സിസ്റ്റുകാർ പോകുന്നു, കോൺഗ്രസിന്റെ ആളുകൾ പോകുന്നു, ആ വീട്ടിൽ അമ്മയെ പ്രഷർ ചെയ്യിക്കുന്നു. അത് പറയണം, ഇത് പറയണം, എന്നിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചു. എന്തെങ്കിലും ഒരു തൊണ്ടി നിങ്ങൾക്ക് കിട്ടിയോ? ആ അമ്മ എന്താ പറഞ്ഞത്? എന്റെ കയ്യിൽ ഒരാളും പണം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കഥ പോയി. രണ്ടാമത്തെ എന്റെ പോയിന്റ് ഞാൻ നിങ്ങളെ ഒരു വിഷ്വൽ കാണിക്കാം. വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പാലക്കാട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് അല്ലെ? ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥിയാണ്, പാലക്കാട്ടെ സ്ഥാനാർത്ഥി തന്നെയാണ്. തീപാടുന്ന മത്സരമാണ് പാലക്കാട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം UDF ആണെങ്കിൽ തുടക്കത്തിലെ വിവാദ നായകന്മാരാണ്. അക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദമായിരുന്നു ശോഭാ സുരേന്ദ്രന്റേത്. ഏകദേശം വിജയം ഉറപ്പിച്ചു എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ വിജയത്തെ തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട്, അതിനൊരു കല്ലുകടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവസാന നിമിഷം ജനങ്ങൾക്കിടയിൽ ഒരു പരിഭ്രാന്തി പരത്താനായിട്ട് കോൺഗ്രസ്സുകാർ ഒരു പോരാട്ട നാടകം നടത്തി. എന്താണെന്നോ, ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പൈസ നൽകി സ്വാധീനിച്ചു എന്നാണ് അവരുടെ നാടകം. അതിനുവേണ്ടി അവർ ചെറിയ ക്ലിപ്പും കാഴ്ചവെക്കുന്നുണ്ട്. ഒരു പയ്യൻ പബ്ലിക് ആയിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. എന്നാൽ പൈസ കൊടുത്ത വീഡിയോ ഇതുവരെയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് എന്താണെങ്കിലും ആ ഒരു ചെറുപ്പക്കാരുടെ വാക്കുകളിലേക്ക് കിടക്കാം, വീഡിയോയിലേക്ക്. എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും, ഞങ്ങൾ പാസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വണ്ടിനെ തടുക്കുകയും ചെയ്തിട്ട്, അപ്പൊ ഞങ്ങൾ പറയുണ്ടായി, ഞങ്ങൾ തടുത്തതും പറഞ്ഞു പൈസ കൊടുത്ത് വോട്ട് ചോദിക്കുന്നത് ശരിയായ ഒരു നയമല്ല. ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അയച്ചു തന്നാണ്. ആ വീഡിയോസ് പരിശോധിച്ചാൽ തന്നെ കാണാം. അതിനുശേഷം ശോഭ ചേച്ചി, ഇപ്പോഴും ഞാൻ പറയുന്നത് ശോഭ ചേച്ചി, എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ആയിട്ടൊക്കെ അവര് വന്ന് കാറ് തടഞ്ഞ് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ലൈംഗിക ചേഷ്ട കാണിച്ചു, എന്തിനാണ് കാണിച്ചത്? അല്ല, അങ്ങനെ അവര് ചോദിച്ചോ? ഇല്ല, എന്നോട് അങ്ങനെയൊന്നും സംസാരിച്ചില്ല. വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നോട് വന്ന് നിങ്ങൾ എന്തിനാ വീഡിയോ എടുക്കുന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളൊരു ഈ ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാ. അപ്പൊ ആ സ്ഥാനാർത്ഥിന്റെ കൂടെ ഞാൻ വീഡിയോ, ശോഭ ചേച്ചിന്റെ വീഡിയോ കുറച്ച് മുമ്പ് കാണുകയുണ്ടായി. 3 പേരെ ആ വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളൂ. ഞാൻ അയച്ചു തന്ന വീഡിയോയിൽ ഉൾപ്പെടെ 4 പേര്, ആ പൈസ കൊടുത്ത സ്ത്രീ ഉൾപ്പെടെയുള്ള ആൾക്കാർ 4 പേര് ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുകയുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേര് അതിലുണ്ട്. അപ്പൊ ഞാൻ എന്റെ വിത്ത് പ്രൂഫ് ഞാൻ ഇപ്പൊ വേണം നിങ്ങൾ കാണിച്ചു. ആ സ്ത്രീ കൂടിയുള്ള ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയാണ് അവർ ആ വണ്ടിയിൽ ഇല്ലാന്ന് പറഞ്ഞു. അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ ശോഭ ചേച്ചി എത്രത്തോളം കള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാലക്കാടിന്റെ ഘടന അനുസരിച്ച് നമ്മൾക്ക് ഒരാളിനെ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ച് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഏത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരനെയും പേര് വരുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല. പിന്നെ രണ്ടാമത് ഞങ്ങളുടെ വണ്ടിനെ തടുത്തിട്ടാണ്. അവരുടെ വീഡിയോയില് ശോഭ ചേച്ചിയോട് ഞങ്ങൾ ആദ്യം കാറിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. പൈസ 1-2 വീടുകളിൽ കൊടുക്കുന്നു, ആ വീട്ടിൽ കൊടുത്ത് ഞങ്ങള് വീഡിയോ എടുത്തിട്ടുണ്ട്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ എന്താ, ഇവരുടെ ബന്ധുവാണ് അതുകൊണ്ടാ പൈസ കൊടുത്തത്. ആ ഒരു വാചകം പോരെ? ശോഭ ചേച്ചി എന്താ ഇങ്ങനെ നുണ പറയുന്നത്? ആ ഒരു വാചകം കൊണ്ട് തന്നെ പറഞ്ഞല്ലോ വീഡിയോയില് കറക്റ്റ് അവർ പറയണ്ടല്ലോ, അവര് ബന്ധു ആയതുകൊണ്ടാ കൊടുത്തത്. ആറ്റിങ്ങിലോ മുംബൈയിലോ മറ്റെയാണ് ആ സിനി പറഞ്ഞ സ്ത്രീ ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്, ആരാന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. പാലക്കാട്ടുകാരിയല്ല, അല്ലല്ല, അത് 100% ഉറപ്പാണ്. ദേവു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധുവില്ല കാര്യം എനിക്കറിയാം. ഞാൻ അവിടുത്തെ വാർഡ് മെമ്പർ ആയിരുന്ന ആളാണ്. ദേവു അമ്മയ്ക്ക് അങ്ങനെ ഒരു ബന്ധുവില്ല. അവരൊരു നിസ്സഹായത കൊണ്ട് ഇവര് പൈസ കൊടുത്തത് ഒരു വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അവരതിൽ പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇതാണ് ആ ചെറുപ്പക്കാരന്റെ വാക്കുകൾ. ഈ വാക്കുകൾ എത്രത്തോളം സത്യമുണ്ടെന്നാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ഈ ശോഭാ സുരേന്ദ്രനാകട്ടെ ജനവിധി തേടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു NDA സ്ഥാനാർത്ഥിയാണ്, ഒരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിയെ അവസാന നിമിഷം കരിവാരി തേക്കാനായിട്ട് എന്തൊരു എളുപ്പമാണ്. പക്ഷെ അവർക്കൊരു തെറ്റുപറ്റി. കാരണം എന്താണെന്നോ, ഇന്നലെ മുതൽ ശോഭാ സുരേന്ദ്രനെ ഒരു ആൺചക്കൻ വണ്ടിയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ വിവരം വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായിട്ട് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. കല്ലെറിയുന്നതിന് മുമ്പ് ആ കല്ലെടുത്തവൻ കൂടി നല്ലവനാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാര്. നമുക്ക് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് കടക്കാം, വീഡിയോയിലേക്ക്. അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നലെ രാത്രിയിൽ ചന്ദ്രനഗർ വീടിന്റെ മുന്നിൽ നീ എന്താണ് വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് രാത്രി 11:30 മണിക്ക് ആ ചെറുപ്പക്കാരൻ വന്നത്? ആരായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്? അയാളുടെ പേര് ഞാൻ ഇപ്പോ കളക്ട് ചെയ്യായിരുന്നു. കാറിലുള്ള വിനേഷ് സർഗ എന്നാണ് ഇവന്റെ പേര്. കാറിലുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് വിനേഷ് സർഗ. പോലീസ് 420 കേസ് ഇട്ടിട്ടുള്ള ഒരാളാണ്. ഈ 100 കണക്കിന് ആളുകളെ ഒരു കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിലൂടെ പറ്റിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ FIR കോപ്പി എല്ലാം തരാം. നിരവധിയായിട്ടുള്ള കേസുകൾ
കേസുകളിൽ പ്രതിയായ ക്രിമിനൽ സംഘങ്ങളെ കൂടെ കൂട്ടി നടക്കുന്ന, നാട്ടിൽ പകൽ വെളിച്ചത്തിൽ മുങ്ങി നടക്കുന്ന ഒരാൾ ഒരു കാറിൽ 2 ഗുണ്ടകളെയും കയറ്റി സ്വന്തം അമ്മയ്ക്ക് തുല്യമായിട്ട് കാണുകയും ചിരിക്കുകയും മിണ്ടുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചതുകൊണ്ടാണ് ഇതാ ഈ നിൽക്കുന്ന പ്രമിള ചേച്ചിയെ മാധ്യമപ്രവർത്തകർക്ക് കാലം എത്രയായിട്ട് അറിയാം. എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഒരു ദേഷ്യത്തിന്റെ ഭാഷയിൽ ചേച്ചി സംസാരിക്കുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ചേച്ചിയുടെ വിഷ്വൽ ഞങ്ങൾ എടുത്ത വിഷ്വൽ ഞാൻ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പൊ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് ആ കാറിനരികിലേക്ക് ഞാൻ കടന്നു ചെന്നത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീ ഇതിൽ പൈസ കൊടുത്തു എന്ന് ആരോപിക്കുന്ന ഒരു വെള്ള ചുരിദാർ ധരിച്ചൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ വന്നിറങ്ങിയതും പോയതും ശോഭാ സുരേന്ദ്രന്റെ കാറിലാണെന്നാണ് ആ ചെറുക്കന്റെ വാദം, അല്ല ആ പയ്യന്റെ വാദം. എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ വാഹനത്തിൽ അങ്ങനെ ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടുപോ? ഒന്നും വേണ്ട. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത മീഡിയ 1 ചാനലുണ്ട്. ആ ചാനല് എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴും കയ്യിൽ പണം വെച്ച് കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു വിശ്വാസം നിങ്ങൾ കണ്ടോ? ഇല്ല. പക്ഷേ വെള്ളയ്ക്ക അക്ഷരത്തിൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് പൊടുപ്പും തൊങ്ങലും ചേർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തെളിവുകൾ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഒരു നാളത്തെ പത്രത്തിൽ വരുന്ന വാർത്തയേക്കാൾ കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ, അതായത് വിരൽ തുമ്പിൽ മൊബൈലുകളിൽ നമുക്ക് ലഭിക്കും. ഇവർ എന്താ ഈ കാര്യം ഒന്ന് മറന്നുപോയോ? തെളിവുകൾ സംസാരിക്കുന്ന ഈ കാലത്തിൽ തെളിവിന്റെ അഭാവം ഉണ്ടെങ്കിൽ അത് വാദി പ്രതിയാവുന്ന കാലം കൂടിയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. രാവിലെ വരെ ശോഭാ സുരേന്ദ്രനെ എല്ലാവരും ക്രൂശിച്ചു. കാരണം നിശബ്ദ പ്രചരണമാണ് ഇന്ന് കേരളത്തില്. ഈ നിശബ്ദ പ്രചരണത്തില് ഒരു ജനപ്രതിനിധിയെ നിശബ്ദമാക്കാനുള്ള തന്ത്രമാണ് ഇവിടെ പൊളിഞ്ഞു വീണത്. കാരണം ഇന്നലെ മുതൽ തന്നെ ശോഭാ സുരേന്ദ്രൻ എന്നൊരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു കാറ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ അവരുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സ്ത്രീ ഒരു അമ്മൂമ്മയ്ക്ക് ഒരു പൈസ കൊടുത്തത് കണ്ട് നമ്മൾ അപ്പോഴാണ് ആ വാഹനത്തെ ഫോളോ ചെയ്യുള്ളൂ. അല്ലാതെ ഇന്നലെ തന്നെ നിങ്ങൾ ആ വാഹനത്തെ അല്ലെങ്കിൽ ആ വാഹനത്തിലെ ജനപ്രതിനിധിയെ നിങ്ങൾ ഫോളോ ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒരു പ്രീ പ്ലാൻഡ് അല്ലേ? ഇതൊക്കെയാണ് ദൈവത്തിന്റെ കയ്യൊപ്പെന്ന് പറയുന്നത്. തെറ്റ് ചെയ്യാത്ത വ്യക്തികളെ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാനായിട്ട് ചിലർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് വിലങ്ങ് തടിയിടാൻ ദൈവത്തിന്റെ കയ്യൊപ്പ് എവിടെയെങ്കിലുമൊക്കെ പതിഞ്ഞിരിക്കും. അതാണ് ശോഭാ സുരേന്ദ്രൻ ഈ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണ് എന്താണെന്നൊക്കെ ഇവിടെ നിയമപാലകന്മാർ തെളിയിക്കട്ടെ. കാരണം ഇവിടെ ഈ ഒരു നിമിഷത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് ഒരുപാട് പേരുണ്ട്. പാലക്കാട്ട് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു തങ്ങൾക്ക് ആര് തങ്ങളുടെ ജനപ്രതിനിധിയായി വരണം എന്നുള്ളത്. കാരണം കോൺഗ്രസിലെ ഇപ്പോഴത്തെ മത്സരിക്കുന്ന രമേശ് പിഷാരടി എത്രത്തോളം സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നവനാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ, അതും സ്വന്തം പാർട്ടി അനുഭാവിയാണെന്ന് പറഞ്ഞപ്പോൾ, അത് മാധ്യമത്തിലൂടെ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചെയ്തപ്പോൾ അതിന് കൊടുത്ത മറുപടിയിലുണ്ട് അദ്ദേഹത്തിന്റെ സ്ത്രീ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ഇലക്ഷൻ സമയത്ത് വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിയുമ്പോൾ അത് സ്ത്രീ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം. കാരണം സ്ത്രീ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത വിധമാണ് കോൺഗ്രസുകാരുടെ പെരുമാറ്റം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മധ്യപ്രദേശിലെ ഒരു MLA ഉണ്ടായിരുന്നു, ഫൂൾ സിംഗ്. അദ്ദേഹം സ്ത്രീകളെ പറ്റി സംസാരിച്ചത് വളരെ മോശമായ രീതിയിലാണ്. ആ വാക്കുകൾ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ വെളിവില്ല. കാരണം സ്ത്രീകളെ വെറും ഒരു ടൂളായിട്ട് മാത്രം കാണുന്ന ഒരു എന്താ പറയാ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. ചിലർക്ക് മുല്ലപ്പൂമ്പടി ഏറ്റുകൊടുക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ തന്നെ സ്ത്രീകളെ വെറും ഒരു ടൂളാക്കി മാത്രം കാണാനുള്ള ഒരു തരം എന്തോ ഒരു വികാരങ്ങൾ ഇപ്പോൾ കോൺഗ്രസിലെ പല ആളുകളിലേക്കും വന്നെത്തിയിരിക്കുന്നു. അതിന്റെ തെളിവ് തന്നെയാണ് രമേശ് പിഷാരടിയുടെ വാക്കുകളും ഉള്ളത്. പീഡനം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഈ പീഡനം എന്നുള്ള വ്യക്തിപരമായിട്ട് ഇത്രയും നോർമലൈസ് ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണോ പാലക്കാട്ടെ ജനങ്ങൾക്ക് ആവശ്യം? അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യുമോ? ഇല്ലല്ലോ. കാരണം ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകളെ. അപ്പോൾ അദ്ദേഹത്തിന് അതേ പാത പിന്തുടർന്നു എന്നാണ് രമേശ് പിഷാരടി ആദ്യമേ തന്നെ പറഞ്ഞത്. ഇത് ആദ്യമേ തന്നെ വിവാദത്തിന് തുടക്കമിട്ട ഒരു കാരണമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന ഒരു വ്യക്തി, അത് വെറും ഒരു വ്യക്തിയല്ല, പാലക്കാട്ടെ MLA ആണ്. ആ MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഒരുപാട് സ്ത്രീകളെ പരാതി നൽകുന്നത്. അതൊക്കെ നമുക്ക് അവിടെ നിൽക്കട്ടെ, അതൊക്കെ കോടതിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആരാണ് വാദി, ആരാണ് തെറ്റുകാരൻ, ആരാണ് നല്ലവൻ എന്നുള്ളത് കോടതി തന്നെ വിധി പറയട്ടെ. പക്ഷെ ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല.
രമേശ് പിഷാരടിയുടെ ഈ ഒരു വിഷയം മറുവശത്ത് നിൽക്കുമ്പോൾ വിജയം ഉറപ്പാണെന്നുള്ള ശോഭാ സുരേന്ദ്രന് മനസ്സിലായപ്പോൾ, അത് തനിക്ക് ചുറ്റുമുള്ള മറ്റു പാർട്ടികൾക്ക് വ്യക്തമായപ്പോൾ ഒരു അസഹിഷ്ണുത ഭാവം അവരിലേക്ക് അവർ തന്നെ അറിയാതെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ അസഹിഷ്ണുത ഭാവത്തിന്റെ മൂർത്തി ഭാവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ പണം കൊടുത്ത് വോട്ടർമാരെ വശീകരിക്കുക എന്ന നാടകം, പൊറാട്ട് നാടകം. ഇത് കോൺഗ്രസ്സുകാര് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ബ്ലോഗർമാർക്ക്, അതായത് നോർത്ത് ഇന്ത്യയിലെ ബ്ലോഗർമാർക്ക് കോൺഗ്രസിനെ പറ്റി അങ്ങ് പൊക്കി പറയണമെന്ന് പറഞ്ഞ് എത്ര പൈസകളാണ് ഓരോരുത്തർക്ക് കൊടുത്തത് നിങ്ങൾക്കറിയുമോ? ആ കള്ളക്കഥ എങ്ങനെയാണ് പൊളിഞ്ഞതെന്നറിയോ? ഇവിടെ ഓപ്പോസിഷനിൽ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അറിയാതെ ഇവരൊരു മെയിൽ ത്രൂ ഇങ്ങനെ അയച്ചു. അവളാണ് ആ ഒരു വിവരം പുറത്തുവിട്ടത്. ധ്രുവനാഥ് എന്ന് പറഞ്ഞ ഒരാള് ശരിക്കും കോൺഗ്രസിന്റെ കയ്യിലെ കളിപ്പാവയാണ്. കോൺഗ്രസുകാർക്ക് നേരായ മാർഗത്തിലൂടെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പണം കൊടുത്ത് അധികാരം നേടുക എന്ന് പറയുന്നത്. അവിടുത്തെ ബ്ലോഗർമാരെ, ഇൻഫ്ലുവൻസർമാരെ തന്റെ കൈപ്പടയിലാക്കി കഴിഞ്ഞാൽ അവർ പറയും ജനങ്ങളോട്, ജനങ്ങൾ കേൾക്കും, അതനുസരിച്ച് കോൺഗ്രസിലേക്ക് വോട്ട് വീഴും. ഈ ഒരു കുതന്ത്രമാണ് അവിടെ ഒരു ബ്ലോഗർ പൊളിച്ചടുക്കി കൊടുത്തത്. അവിടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ വിജയം അടുത്തിരിക്കുന്ന സമയത്താണ് ശോഭാ സുരേന്ദ്രനെ കരിവാരി തേക്കാനായിട്ട് കോൺഗ്രസ്സുകാരുടെ ഒരു പോരാട്ട നാടകം നടത്തുന്നത്. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ആ തിരഞ്ഞെടുപ്പിലെ 3 പാർട്ടികളുണ്ട്. അതായത് BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, പിന്നെ മറ്റു വർഗീയ ശക്തികളെല്ലാം ഉണ്ട്. ഇവരെല്ലാം മത്സരിച്ച് അതിൽ ഒരാൾ മാത്രമേ MLA ആയിട്ട് വിജയിക്കുകയുള്ളൂ. ആ ഒരു വിജയം തന്നെ ഇവർക്ക് ഇത്ര ഭയപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവരുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകളും നിഗൂഢതകളും ഉള്ളത് കൊണ്ടല്ലേ? അതോ താമര വിരിയാൻ പാടില്ല, NDA സ്ഥാനാർത്ഥി ഒരിക്കലും വിജയിക്കരുത് എന്നുള്ള ഒരു വാശി ഇവർക്കുണ്ടോ? അതും മഞ്ചേശ്വരത്തെ ഡീലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ മഞ്ചേശ്വരം ഡീലിന്റെ പിന്നാമ്പുറത്തെ കഥകൾ പോലെ ഇപ്പോൾ പാലക്കാട് ഡീലിന്റെ കഥകളാണോ ഇപ്പോൾ അഴിഞ്ഞു വീഴുന്നത്? ജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും വിഡ്ഢികളാകരുത്. ഇടതും വലതും ചേർന്ന് കുട്ടിച്ചോറാക്കുന്ന ഈ നാടിനെ രക്ഷിക്കാനായിട്ട് നമുക്ക് വികസനമാണ് വേണ്ടത്. ആ വികസനത്തെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ആര് കൊണ്ടുവരുന്നുവോ അവരെയാണ് നിങ്ങൾ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ജനങ്ങളെ വികസനം മുന്നെടുപ്പിക്കാനായിട്ട് വരുന്നവരെ ഒരിക്കലും നിങ്ങൾ ജനപ്രതിനിധിയാക്കി കൊണ്ടുവരരുത്. നാളെ നിങ്ങളുടെ ദിനമാണ്. സമ്മതിദാന അവകാശം മാക്സിമം വിനിയോഗിക്കുക. ഇത്തരക്കാരെ, അതായത് അവസാന നിമിഷം കരിമാരി തേക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെ നിങ്ങൾ അകറ്റി നിർത്തുക. ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെ അവർ കരിവാരി തേക്കാൻ വരും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആകാം.